തമോഗോളങ്ങളുടെ എമ്പുരാൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എമ്പുരാന്റെ ട്രെയിലർ ഡീകോഡ് ചെയ്യുന്ന തിരക്കിലാണ് സോഷ്യൽ മീഡിയ. ദൈവപുത്രൻ തന്നെ തെറ്റു ചെയ്താൽ ചെകുത്താനെയല്ലാതെ വേറെ ആരെ ആശ്രയിക്കും എന്നൊരു വാചകമുണ്ട് എമ്പുരാൻ ട്രെയിലറിൽ. ടോവിനോയാണ് എമ്പുരാനിലെ വില്ലൻ എന്നതാണ് ആരാധകരുടെ പ്രധാനപ്പെട്ട നിഗമനം. ലൂസിഫറിലെ ആശ്രയത്തിലെ അന്തേവാസികളായ കുട്ടികൾക്ക് സ്റ്റീഫൻ പറഞ്ഞുകൊടുക്കുന്ന കഥയിൽ ദൈവമെന്ന് വിശേഷിപ്പിക്കുന്നത് PK രാംദാസിനെയാണ്. ദൈവപുത്രനായി വിശേഷിപ്പിക്കപ്പെടുന്നത് ടോവിനോ തോമസ് അവതരിപ്പിക്കുന്ന ജതിൻ രാംദാസിനെ. സിനിമയിൽ രാംദാസിന്റെ മകനായാണ് ടോവിനോ എത്തുന്നത്. അതിനാൽ എമ്പുരാൻ ട്രെയിലറിലെ ദൈവപുത്രൻ എന്ന പ്രയോഗം വിരൽ ചൂണ്ടുന്നത് ടോവിനോയിലേക്കല്ലേ എന്നാണ് സൂചന. ലൂസിഫറിൽ ഏറെ കയ്യടി നേടിയ നടനാണ് ടോവിനോ തോമസ്. PK രാംദാസിന്റെ രാഷ്ട്രീയ സിംഹാസനത്തിന് പിൻഗാമിയായി വന്നെത്തിയ ജതിൻ സ്റ്റീഫന്റെ വിശ്വസ്തൻ കൂടിയാണ്. L1-ൽ ജുബയും മുണ്ടും ധരിച്ച് തികഞ്ഞ രാഷ്ട്രീയക്കാരനായി കാണപ്പെട്ട ജതിൻ രാംദാസ് എമ്പുരാന്റെ ട്രെയിലറിൽ മോഡേൺ വസ്ത്രങ്ങൾ ധരിച്ചാണ് എത്തുന്നത്. ഇത് ആ ക്യാരക്ടറിനുണ്ടായ സ്വഭാവ മാറ്റത്തിന്റെ സൂചനയായും വിലയിരുത്തുന്നു. സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അച്ഛനാര് എന്ന കാര്യത്തിൽ വർമ്മ സാറിന് സംശയമുണ്ടെങ്കിലും എന്റെ ചേട്ടനാണ് സ്റ്റീഫൻ എന്നതിൽ എനിക്ക് സംശയമില്ല എന്ന് ചങ്കുറപ്പോടെ പറയുന്ന സ്റ്റീഫന്റെ പ്രിയപ്പെട്ട അനിയൻ. എന്നാൽ എമ്പുരാനിലേക്ക് കഥയെത്തുമ്പോൾ ഈ ബന്ധത്തിൽ വിള്ളൽ വീഴുന്നുവെന്ന് വ്യക്തമാണ്. എമ്പുരാൻ ട്രെയിലറിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്ന പ്രിയദർശിനി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് താൻ കരുതുന്നില്ലെന്ന്. ഇന്ന് ഈ ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ അങ്കിൾ. കൂടാതെ ജാൻവി അല്ലാതെ പ്രിയദർശിനിയുടെ മകളാണ് ജാൻവി. ഇന്ന് ഈ ലോകത്ത് രക്തബന്ധമെന്ന് പറയാൻ ഒരാളെ ഉള്ളൂ എന്ന് പ്രിയദർശിനി പറയുന്നുണ്ട്. അത് സ്റ്റീഫനെ ഉദ്ദേശിച്ചാണ്. ഇതും ജതിൻ രാംദാസിന് മാറ്റം സംഭവിച്ചു എന്നതിന്റെ സൂചനയാണ്. ജതിൻ രാംദാസ് വില്ലൻ പരിവേഷത്തിലേക്ക് മാറുകയോ കൊല്ലപ്പെടുകയോ ചെയ്തേക്കാം. കേരളത്തിൽ നിന്ന് നമ്മൾ ഇതുവരെ പരിചയപ്പെട്ടിട്ടില്ലാത്ത ലോകത്തേക്ക് മടങ്ങിയ അബ്രാം ഖുറേഷിയെ വീണ്ടും കേരളത്തിലേക്ക് വിളിച്ചു വരുത്തുന്നത് പ്രിയദർശിനിയാവാം. ഒരു പൊളിറ്റിക്കൽ സ്റ്റണ്ടും പിന്നീട് കത്തിപ്പടരുന്ന കലാമിറ്റിയും ഉൾപ്പെടെ ഒരു വേൾഡ് വൈഡ് ക്യാൻവാസിലാണ് സിനിമ പുരോഗമിക്കുന്നതെന്ന് വ്യക്തമാണ്. ഇതിനിടയിൽ IUFന്റെ സ്ഥാനാർത്ഥി പ്രിയദർശിനിയെ വിജയിപ്പിക്കുക എന്ന ബാനറും ട്രെയിലറിൽ കാണാം. ലൂസിഫറിലെ അതേ വെളുത്ത വസ്ത്രം, KLT 666 എന്ന കറുത്ത അംബാസഡർ കാർ. ഒരു മഴയത്ത് വന്നിറങ്ങുന്ന സ്റ്റീഫൻ നെടുമ്പള്ളിയെ എമ്പുരാൻ ട്രെയിലറിൽ കാണാം. KUF രാഷ്ട്രീയ വിശദീകരണ യോഗം നടക്കുന്ന വേദിക്ക് മുന്നിലാണ് സ്റ്റീഫൻ നെടുമ്പള്ളി വന്നിറങ്ങുന്നത്. ഗോവർദ്ധൻ എന്ന സത്യാന്വേഷകൻ തന്നെ ട്രെയിലറിൽ സ്റ്റീഫനെ വിളിക്കുന്നുണ്ട്. സ്റ്റീഫൻ കം ബാക്ക്, സേവ് യുവർ ലാൻഡ്, സേവ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് ഗോവർദ്ധൻ പറയുന്നുണ്ട്. അമ്മ നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ വളർന്ന സ്റ്റീഫൻ എന്ന പയ്യൻ അബ്രാം ഖുറേഷി എന്ന ലോകം ഭയക്കുന്ന ടൈക്കൂണായി വളർന്ന കഥ മിത്തായി തുടരുന്നു. അതേ ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളിയായി കേരളത്തിലേക്ക് വീണ്ടും വരുന്നു. ഇതാവും സിനിമയുടെ പ്ലോട്ട്. ഈ സിനിമയുടെ ഒരു ഭാഗം സംഭവിക്കുന്ന സ്ഥലം മാത്രമാണ് കേരളം. ഇവിടെ സ്റ്റീഫൻ നെടുമ്പള്ളിയും മറ്റിടങ്ങളിൽ ആ വ്യക്തി അബ്രാം ഖുറേഷിയുമാണ്. വേൾഡ് വൈഡായ ക്യാൻവാസിൽ മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും ഉൾപ്പെടെയുള്ള ഭാഷയിലാവും സിനിമ പുരോഗമിക്കുക. അമ്മ നഷ്ടപ്പെട്ട് അനാഥാലയത്തിൽ വളർന്ന സ്റ്റീഫൻ എങ്ങനെ ഖുറേഷിയായി എന്നതാണ് സിനിമ ഒളിപ്പിക്കുന്ന സസ്പെൻസ്. ട്രെയിലർ സോഷ്യൽ മീഡിയയിലും ടിക്കറ്റുകൾ ബുക്ക് മൈ ഷോയിലും തീപിടിപ്പിച്ച പോലെ സിനിമ മാർച്ച് 27-ന് തിയേറ്ററുകളെയും തീപിടിപ്പിക്കുമെന്ന് ഉറപ്പാണ്.